ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചിയിലും വേഗത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയിലേക്കാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യം വറുത്ത അരിപ്പൊടി എടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം ഒരൽപ്പം ഉപ്പും നെയ്യും കൂടി കൂട്ടി നല്ല തിളച്ച വെള്ളത്തിൽ നന്നായി ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. എനിക്കിവിടെ ആദ്യം ഒഴിച്ച വെള്ളം തികയാതെ വന്നു, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒഴിക്കുന്നുണ്ട്. പാകത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു 15 മിനിറ്റ് നേരത്തേന്. അതിനുശേഷം ഒരു പാനിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനി ഒന്ന് തിളച്ചു വരാനായി നമുക്ക് അല്പനേരം ഒന്ന് അടുപ്പിൽ വെച്ച് കുറുകി വരാനായി വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാവ് ഇതാട്ടെ ഒന്ന് ആറി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഒന്ന് നന്നായി കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം എണ്ണ തൂവി ഒന്നുകൂടി നമ്മൾ നേരത്തെ കുറുകാനായി മാറ്റി വെച്ചിരുന്ന പാനി ഇതേണ്ട കുറുകിയും തിളച്ചും വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പീര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റി ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങായും ശർക്കരയും കൂടിയുള്ള ഒരു പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊഴുക്കട്ടയുടെ ഉള്ളിൽ വയ്ക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ചെമ്പിൽ അടുത്തട്ടിൽ വെള്ളം ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുകളിലെ പാത്രം എടുത്ത് വെക്കാം. പിന്നെ മാവെടുത്ത് ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തി കൈ വിളിച്ച് അപ്പുറവും ഇപ്പുറവും നന്നായി ഒന്ന് പരത്തി എടുത്തതിന് ശേഷം തേങ്ങാപ്പീര കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് നന്നായി ഉരുട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇത് പല ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം അങ്ങനെ ഉരുട്ടി ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ആവി കയറ്റാനായി വയ്ക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ആവി കയറി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സോഫ്റ്റും ഇത്രയും രുചിയുമുള്ള ഒരു പലഹാരം ഇന്നേ വരെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ബായ്.